ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കും. പ്രാഥമിക രൂപരേഖ തയ്യാറായതായി പഞ്ചായത്ത് അധികൃതർ. This news is brought to you by ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ചെറുപുഴ പഞ്ചായത്തിന്റെ സ്ഥിരാകേന്ദ്രമായ ബസ് സ്റ്റാൻഡിൽ പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കും. ഇതിനുള്ള പ്രാഥമിക രൂപരേഖ തയ്യാറായി കഴിഞ്ഞു. ബസ് സ്റ്റാൻഡിലെ അപകട സാധ്യതയുണ്ടായിരുന്ന തണൽമരങ്ങൾ മുറിച്ചുമാറ്റിയ സ്ഥലത്താണ് പുതിയ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം നിലവിലുള്ള വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചുമാറ്റുവാനും ആധുനിക രീതിയിലുള്ള പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് നിർമ്മിക്കുകയെന്നും ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി പറഞ്ഞു. ചെറുപുഴ ബസ് സ്റ്റാൻഡിന് സമീപത്ത് 2 വാഴമരങ്ങൾ നിലവിലുണ്ടായിരുന്നു. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയിലും ഒരു മരം വീഴുകയും അത് തൊട്ടടുത്ത അതേപോലെ അപകടാവസ്ഥയിലായ ഒരു പൂമരം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഏതായാലും പഞ്ചായത്ത് ഭരണസമിതി അടിയന്തരമായ തീരുമാനം എടുത്തുകൊണ്ട് 2 മരങ്ങളും അവിടുന്ന് മുറിച്ചു മാറ്റാൻ വേണ്ടി തീരുമാനിക്കുകയും അത് ഇന്നുകൊണ്ട് പരിപൂർണമായിട്ട് അവിടെ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം അവിടെ ഒരു ആധുനിക രീതിയിലുള്ള വെയിറ്റിംഗ് ഷെഡ് അവിടെ രൂപകൽപ്പന പൂർത്തിയായിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ പണി പ്രവൃത്തി ആരംഭിക്കും. ഏറ്റവും ആധുനികമായ രീതിയിൽ തന്നെയാണ് അത് നിർമ്മാണത്തിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വൈഫൈ സംവിധാനം അടക്കം ആ പുതിയ വെയിറ്റിംഗ് ഷെഡിലുണ്ടാവും. ചാർജിങ് സംവിധാനമെല്ലാം ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതി പുതിയ കെട്ടിടത്തിന് മികച്ചൊരു ആർക്കിടെക്റ്റിൻ്റെ രൂപകൽപ്പനയോടുകൂടി തന്നെയാണ് ആ വെയിറ്റിംഗ് ഷെഡ് അവിടെ വരുന്നത്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആ വെയിറ്റിംഗ് ഷെഡിലുണ്ടാവും എന്ന് ഉറപ്പുവരികയാണ്. ബസ് സ്റ്റാൻഡിൽ അപകട സാധ്യത നിലനിർത്തിയിരുന്ന തണൽമരങ്ങൾ മുറിച്ചുമാറ്റിയതിന്റെ അവശിഷ്ട ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം നീക്കം ചെയ്തിരുന്നു. പഞ്ചായത്ത് മേൽനോട്ടത്തിലാണ് മരങ്ങൾ മുറിച്ചുമാറ്റിയത്. ബസ് സ്റ്റാൻഡിൽ നിലവിലുള്ള വെയിറ്റിംഗ് ഷെഡ് നീക്കം ചെയ്യുമ്പോൾ പുളിങ്ങോം ഭാഗത്തേക്കുള്ള യാത്രക്കാർക്കായി ഈ ഭാഗത്ത് തന്നെ ബസ് കാത്തിരിപ്പിനായുള്ള സംവിധാനം ഒരുക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. പുതുതായി വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിനടുത്തായി പൊതുപരിപാടികൾ നടത്താനാവും വിധം സ്റ്റേജ് സംവിധാനം ഒരുക്കണമെന്നും അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. ടൂറിസം പദ്ധതിയുടെ പ്ലാൻ കൂടി അംഗീകരിക്കപ്പെട്ടതോടെ മെച്ചപ്പെട്ട രീതിയിൽ പരിഷ്കാരങ്ങളും പദ്ധതികളും നടപ്പിലാക്കാനാവും എന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് ഭരണസമിതി. ചെറുപുഴ ബസ് സ്റ്റാൻഡിന്റെ സമഗ്രമായ പരിഷ്കാരങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സാധ്യമാക്കണം എന്നാണ് പൊതുജനങ്ങളും ആവശ്യപ്പെടുന്നത്. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.